Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ഹോബി സർക്യൂട്ട്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ പറയുന്നത് ഹോബി സർക്യൂട്ട് അല്ല, ശരിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ വയറിങ്ങിനകത്ത് വരുന്ന ഒരു സർക്യൂട്ട് തന്നെയാണ്. അപ്പോൾ ആ സർക്യൂട്ട് എന്താണെന്നും ഒക്കെ അറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാസ്റ്റർ വയറിംഗ് സർക്യൂട്ടിനെ കുറിച്ചാണ്. എന്താണ് ഈ മാസ്റ്റർ വയറിംഗ് സർക്യൂട്ട് എന്ന് പറയാം? നമ്മളെല്ലാം വീട്ടിലുള്ളതാണ് മാസ്റ്റർ സ്വിച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മാസ്റ്റർ സ്വിച്ചിനെ നമുക്ക് എന്താണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഒരു വോയിസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ വയറിംഗ് സർക്യൂട്ടിന്റെ അതുമൂലം ഒരാളിനുണ്ടായ, എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു. അത് നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മാസ്റ്റർ വയറിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ എമർജൻസി സ്വിച്ച് ഫോർ ഓപ്പറേറ്റിംഗ് ഔട്ട്സൈഡ് ലൈറ്റ്സ് ഇൻ ദ നൈറ്റ്. അപ്പോൾ നമ്മുടെ എല്ലാം ബെഡ്റൂമിൽ ഒരു വലിയ സ്വിച്ച് ഇരിപ്പുണ്ട്. സ്വിച്ച് ബോർഡിന്റെ കൂടെ ബെഡ് സ്വിച്ചിന്റെ അടുത്തായിട്ട് ഒരു വലിയ സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം പുറത്തെ എല്ലാ ലൈറ്റുകളും, അതോടൊപ്പം തന്നെ ഹാള്, കിച്ചൺ, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലങ്ങളിലെ ഓരോ ലൈറ്റുകളും പെട്ടെന്ന് അങ്ങ് കത്തുക. ഈ ഒറ്റ സ്വിച്ചിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുക. അതിന് സെപ്പറേറ്റ് ഓരോ സ്വിച്ചും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു എമർജൻസി സിസ്റ്റം സ്വിച്ചിനെയാണ് നമ്മൾ മാസ്റ്റർ വയറിംഗ് സർക്യൂട്ടിൽ മാസ്റ്റർ സ്വിച്ച് എന്ന് പറയുന്നത്, മാസ്റ്റർ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ സർക്യൂട്ട് നോക്കുക. ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ആ സ്വിച്ചാണ് മാസ്റ്റർ സ്വിച്ച് എന്ന് പറയുന്നത്. അതിനകത്തേക്ക് ഞാൻ മാസ്റ്റർ സ്വിച്ചിലേക്ക് ഫേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ഫേസ് തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന 3 സ്വിച്ചുകളും, പിന്നെ അവസാനത്തെ സ്വിച്ചും വൺ വേ സ്വിച്ചും, അതായത് SPSTയും, 4-ാമത്തെയും 5-ാമത്തെ സ്വിച്ച് നമ്മളെ SPDTയുമാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ ആദ്യത്തെ മാസ്റ്റർ സ്വിച്ചിൽ കൊടുത്തിരിക്കുന്ന, അതായത് 16 ആമ്പിയർ സ്വിച്ചിൽ കൊടുത്തിരിക്കുന്ന അതേ ഫേസ് തന്നെയാണ് ഞാനിപ്പോ നേരെ ഈ എല്ലാ സ്വിച്ചിലും കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വൺ വേ സ്വിച്ചുകളിലാകെ 2 പോയിന്റേ ഉള്ളതുകൊണ്ട് 1 പോയിന്റ് കൊടുത്തു. പക്ഷെ 2 വേ സ്വിച്ചിന്റെ താഴത്തെ ടെർമിനലിലാണ്, അതായത് സ്വിച്ച് താഴേക്ക് ഡൗൺ ആകുമ്പോൾ, ഇപ്പോഴത്തെ പുതിയ മോഡൽ സ്വിച്ചുകൾക്കൊക്കെ തലതിരിഞ്ഞാണ്. സ്വിച്ച് താഴേക്ക് ആക്കുമ്പോൾ മുകളിലാണ് കണക്ഷൻ കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾ കാര്യമാക്കണം. ഞാനിപ്പോ ആ ഒരു ഐഡിയ കാണിച്ചു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ താഴത്തെ ടെർമിനലിലേക്ക് സപ്ലൈ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അവസാനത്തെ സ്വിച്ചിൽ നിന്നും പ്ലഗിലേക്ക് സപ്ലൈ പോയിട്ടുണ്ട്. പ്ലഗിന്റെ റൈറ്റ് സൈഡിലാണ് ഓടിക്കുന്നത്. ഇനി അതുപോലെ ന്യൂട്രലുകൾ, എല്ലാ ലൈറ്റുകളിലും, ലൈറ്റ്, ഫാന്, ട്യൂബ് ലൈറ്റ്, അടുത്ത ബൾബ്, ഒരു ബൾക്കറ്റ് ലൈറ്റ്, ഇതിലൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അതുപോലെ കോമൺ ആയിട്ട് തന്നെ ന്യൂട്രല് നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ സോക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഫേസുകൾ, ആദ്യത്തെ സ്വിച്ചിൽ നിന്നും ഫസ്റ്റ് ബൾബിലേക്ക്, 2-ാമത്തെ സ്വിച്ചിൽ നിന്നും ഫാനിലേക്ക്, ഞാൻ റെഗുലേറ്റർ കാണിക്കുന്നില്ല, 3-ാമത്തെ സ്വിച്ചിൽ നിന്നും ട്യൂബ് ലൈറ്റിലേക്ക്, 4-ാമത്തെ 2 വേ സ്വിച്ചിൽ നിന്നും, 3 വരെ 1 വേ ആണ്, 4-ാമത്തെ 2 വേ സ്വിച്ചിൽ നിന്നും അടുത്ത ലൈറ്റിലേക്ക്, ഇനി 5-ാമത്തെ 2 വേ സ്വിച്ചിൽ നിന്നും പുറത്ത് പോയിക്ക് കണക്ഷൻ എടുക്കുന്ന സാധാരണ ടൈപ്പിലുള്ള ഔട്ട്സൈഡ് ലൈറ്റ് ആയ ബൾക്കറ്റ് ലൈറ്റിലേക്കും, 6-ാമത്തെ സ്വിച്ചിൽ നിന്ന് സോക്കറ്റിലേക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ നോർമൽ വയറിംഗ്. ഇനി നമ്മൾ മാസ്റ്റർ വയറിംഗിലേക്ക് കടക്കാം. ഈ മാസ്റ്റർ സ്വിച്ചിന്റെ ഔട്ട് എങ്ങോട്ടൊക്കെയാണ് കൊടുക്കേണ്ടത്? ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം ഇവിടെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ 2 SPDTകളുടെ മുകളിലത്തെ ടെർമിനലുകൾ. അതെ, അപ്പൊ നമ്മൾ അതിന്റെ മുകളിലത്തെ ടെർമിനലിലേക്ക് ഈ മാസ്റ്റർ സ്വിച്ചിന്റെ ഔട്ടും നമ്മൾ കൊടുക്കും. അതാണ് നമ്മൾ ഡാർക്ക് വയലറ്റ് കളറിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണക്ട് ചെയ്ത് കഴിയും. ഇത്രയും കഴിഞ്ഞപ്പോൾ ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നോർമലി വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ, ആ ആദ്യത്തെ 3 സ്വിച്ചും അവസാനത്തെ 6-ാമത്തെ സ്വിച്ചും വിട്ടേക്കുക. ഇനി നമ്മളെ 2 വേ സ്വിച്ചുകൾ, അതായത് SPDT സ്വിച്ചുകൾ മാത്രം, S4 S5 മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ താഴെ നിന്നുള്ള പവർ അതിലേക്ക് കിട്ടി, ആ ലൈറ്റുകളും എല്ലാം വർക്ക് ചെയ്യുന്നു. ഇനി നമ്മളെ മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലത്തെ ടെർമിനലിൽ സപ്ലൈ എത്തുന്നു. അതായത് ഈ SPDTകൾ അല്ലെങ്കിൽ 2 വേ സ്വിച്ചുകൾ ഓഫായിരുന്നാലും അവിടെ സപ്ലൈ എത്തുന്നു. അപ്പോൾ അതിന്റെ കോമണിലേക്ക് സപ്ലൈ വന്ന് ഈ ലൈറ്റുകളെല്ലാം കത്തും. അപ്പോ ഇനി ആ ഒരു കണ്ടീഷനിൽ മാസ്റ്റർ സ്വിച്ച് ഓൺ ആയിരിക്കുകയാണ് എങ്കിൽ ഈ മാസ്റ്റർ കൺട്രോളിങ്ങിൽ വരുന്ന 2 വേ സ്വിച്ചുകള് ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും ഈ ലൈറ്റുകൾ അണയാറില്ല, അത് കത്തി തന്നെ നിൽക്കും. പിന്നെ അത് അണയ്ക്കണമെങ്കിൽ എന്താണ്, അതിന്റെ സെന്റർ പൊസിഷനിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു സ്വിച്ചിനെ നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ അത് സ്വിച്ചിനെ കേടാക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ ഒരു സുഹൃത്തിന് പറ്റിയൊരു അബദ്ധം, ഇതുപോലെ അവിടുത്തെ വയറിംഗ് മൊത്തം കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെയും വിളിച്ച് റീവയറിങ്ങിന് വേണ്ട സാധനങ്ങൾ വാങ്ങി ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, അവരാരും ശ്രദ്ധിക്കാത്തൊരു മാസ്റ്റർ സ്വിച്ച് ഉണ്ടായിരുന്നു. അത് ഒരു അലമാര പിടിച്ച് നിരക്കി വെച്ച് അത് ഞെരുങ്ങി സ്വിച്ച് ഓൺ ആയിരിക്കുമായിരുന്നു.
അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ ഇതാണ് മാസ്റ്റർ വയറിംഗ് സർക്യൂട്ട്. ഈ മാസ്റ്റർ വയറിംഗ് സർക്യൂട്ടിന്റെ വീഡിയോ നമ്മൾ വീഡിയോ അടുത്ത വീഡിയോയിലൂടെ തൊട്ടടുത്ത ദിവസം തന്നെ എത്തിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ എത്തുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. താങ്ക് യു.